മണ്ണാർക്കാട് നഗരത്തിലെ 2 ബ്രാഞ്ചുകളും CPM നേതൃത്വം പിരിച്ചുവിട്ടിരുന്നു. PK ശശി അനുകൂലിക്കുന്നവർ കൂടുതലുള്ള ബ്രാഞ്ചുകളാണ് പിരിച്ചുവിട്ടത്. എന്തിനാണ് ബ്രാഞ്ചുകൾ പിരിച്ചുവിട്ടതെന്ന് പാർട്ടി മെമ്പർമാരെ അറിയിച്ചിട്ടില്ലെന്ന് മണ്ണാർക്കാട് ടൗൺ B ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന KP അഷ്റഫ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. CPMന് ശക്തിയുള്ള ഒരു നഗരമാണ് മണ്ണാർക്കാട്. എന്നാൽ വിഭാഗീയതയും അതിശക്തമാണ്. ഈ മണ്ണാർക്കാട് നഗരത്തിലുള്ള 2 ബ്രാഞ്ചുകളാണ് ഈ സമീപകാലത്ത് പിരിച്ചുവിട്ടത്. അതിൽ ടൗൺ ബ്രാഞ്ച് ബിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന അഷ്റഫാണ് എന്നോടൊപ്പം ഉള്ളത്. നിങ്ങളുടെ ബ്രാഞ്ച് പിരിച്ചുവിടാനുള്ള കാരണം എന്താ? ബ്രാഞ്ച് പിരിച്ചുവിടാനുള്ള കാരണം എന്താണെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് വ്യക്തമല്ല. കാരണം ബ്രാഞ്ച് പിരിച്ചുവിട്ടത് രാവിലെ പത്രം വായിക്കുമ്പോൾ അറിയുന്നത്. ഞങ്ങൾ ബ്രാഞ്ച് പിരിച്ചുവിടുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റി വിളിക്കാനോ ഞങ്ങളെ ബ്രാഞ്ചിൽ 12 മെമ്പർമാരുള്ള അവർക്ക് വിവരം കൊടുക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അറിയില്ല ഞങ്ങളൊക്കെ എവിടെയാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ഈ നേതൃത്വത്തോട് ചോദിച്ചില്ല എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ബ്രാഞ്ച് പിരിച്ചുവിട്ടതെന്ന്? നേതൃത്വത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് കുറച്ച് ആളുകളെ അതാത് പ്രദേശത്തേക്ക് മാറ്റുക. ഞങ്ങളുടെ ബ്രാഞ്ചിൽ തെങ്കര പഞ്ചായത്തിൽ ഒരു 4 പേരുണ്ടായിരുന്നു. ആ 4 പേരെ അവിടേക്ക് മാറ്റുകയാണ്, ബാക്കിയുള്ളവരൊക്കെ അതാത് പ്രദേശത്തേക്ക് മാറ്റും എന്നാണ് പറഞ്ഞത്. പക്ഷേ 20 വർഷമായിട്ട് നിലവിലുള്ള ഒരു ബ്രാഞ്ചാണ് ഇത്. അപ്പം ഞങ്ങൾ അവിടെ ഈ വാർഡിനെ പ്രതികരിച്ചാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. CPM ഓഫീസ് നിൽക്കുന്നത് വർഷങ്ങളായിട്ട് 10-35 വർഷമായിട്ട് സംഘടന രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന ആളുകൾ ഞങ്ങളൊക്കെ. പക്ഷേ ഞങ്ങളോട് ഇപ്പോഴും ഞങ്ങൾ 5-6 പേരോട് എവിടെയാണ് ഞങ്ങളുടെ ബ്രാഞ്ച്, എവിടെയാണ് ഞങ്ങൾ പങ്കെടുക്കേണ്ടത് എന്നുള്ള വിവരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ, താങ്കൾ ഈ CITUവിൻ്റെ നേതാവാണ്, ഈ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ്, ഇപ്പോഴും പ്രവർത്തിക്കുന്നില്ല, അതായത് കമ്മിറ്റികളിലൊന്നും പങ്കെടുക്കുന്നില്ല. ഉണ്ട്, CITUവിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാർട്ടിയുടെ പരിപാടികൾ, അറിയുന്ന പരിപാടികളിലൊക്കെ പങ്കാളിത്തമുണ്ട്. പാർട്ടി പ്രാദേശിക തലത്തിലുള്ള ബ്രാഞ്ച് യോഗങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. അതായത് പാർട്ടി മെമ്പർമാർ പങ്കെടുക്കേണ്ട യോഗങ്ങളോ അതുപോലെ ഈ പാർട്ടി ബ്രാഞ്ചുകളിൽ നിന്ന് ആരൊക്കെ പങ്കെടുക്കണമെന്നുള്ള പരിപാടികളൊന്നും ഞങ്ങൾ അറിയുന്നില്ല. അത് അറിയാത്തതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല. അറിഞ്ഞ പരിപാടികളിലൊക്കെ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്. ഈ മത്സരം നടന്നിരുന്നോ ഈ പുനഃസംഘടനയുടെ സമയത്ത്? ബ്രാഞ്ചിൽ 2 സമ്മേളനങ്ങളിൽ രണ്ട് പേര് വരുമല്ലോ, അതിൽ ബ്രാഞ്ച് സെക്രട്ടറിയായിട്ട് തന്നെ തിരഞ്ഞെടുത്തു. ഇപ്പം ഈ പുതിയ സംഭവ വികാസങ്ങൾ, അതായത് PK ശശിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഇതിനെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? അത് ഒരു വിവാദമാക്കേണ്ട പ്രശ്നമല്ല. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നഗരസഭയുടെ ഒരു ആയുർവേദ ഡിസ്പെൻസറുമായി ബന്ധപ്പെട്ട ഒരു ഉദ്ഘാടനമാണത്. അതിനകത്ത് പിന്നെ KTDC ചെയർമാൻ എന്ന നിലയ്ക്ക് അദ്ദേഹം പങ്കെടുത്തതിൽ ഇല്ല. പിന്നെ ഒന്നാമത് അദ്ദേഹം പങ്കെടുക്കേണ്ടെന്ന് അദ്ദേഹത്തിനോടോ അല്ലെങ്കിൽ അവിടെ പങ്കെടുത്ത മറ്റുള്ള ആളുകളോടോ പാർട്ടി പറഞ്ഞിട്ടില്ല. പാർട്ടി പങ്കെടുക്കേണ്ടെന്ന് പറഞ്ഞാൽ പങ്കെടുക്കുമ്പോഴാണല്ലോ പാർട്ടി വിരുദ്ധം. പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയോ ഏരിയ കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ ആരും പങ്കെടുക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ഏരിയ കമ്മിറ്റി അംഗം തന്നെ ആ വേദി പങ്കിടുമ്പോൾ പിന്നെ അതിൽ പാർട്ടി എങ്ങനെയാണ് അതിനെതിരെ പറയാന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഇന്നലെ ഒരു പ്രകടനം നടന്നിരുന്നു. അതിൽ ഇപ്പോൾ PK ശശിയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പ്രകടനമാണ് അവിടെ നടന്നത്. അതിനെ എങ്ങനെ കാണുന്നത്? പ്രകടനം നടത്തിയത് മോശമായി. കാരണം പാർട്ടിക്ക് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ പാർട്ടിക്ക് അകത്താണ് തീർക്കേണ്ടത്. അത് നമ്മൾ പുറത്ത് ഇറങ്ങിയിട്ട് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന രൂപത്തിലല്ല ചെയ്യേണ്ടത്. അത് പാർട്ടിയുടെ നേതൃത്വം പാർട്ടി യോഗങ്ങൾ വിളിച്ച് അവിടെ തീർക്കേണ്ടതാണ്. അതൊരു ശരിയായില്ല എന്നുള്ളതാണ് ഒരു അഭിപ്രായം. എന്നാലും മണ്ണാർക്കാട് ഈ ഏരിയ കമ്മിറ്റി ഓഫീസ് ഉൾപ്പെടെയുള്ള പ്രദേശത്തെയും അതിന് ഇപ്പുറത്തുള്ള പ്രദേശത്തെയും 2 ടൗൺ ബ്രാഞ്ചുകളാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.